ന്യൂയോർക്കിലെ പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിൽ ഇന്ന് രാവിലെയാണ് വെടിവെപ്പുണ്ടായത്. ആക്രമണത്തിൽ ഒരു പോലീസുകാരനും മരിച്ചു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇതുപോലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും 344 പാർക്ക് അവന്യൂ എന്ന മേൽവിലാസത്തിലുള്ള ബഹുനില കെട്ടിടത്തിലാണ് ഇതുപോലൊരു തോക്കുമായി എത്തിയ അക്രമി ഈ ആളുകൾക്ക് നേരെ വെടിയുർത്തത്. ഇതിൽ 4 പേരുടെ മരണമാണ് ഇപ്പോൾ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ ഭരണകൂടം സ്ഥിരീകരിക്കുന്നുണ്ട്. ന്യൂയോർക്ക് പോലീസ് ഡിഫൻസ് ഓഫീസറാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 3 പൗരന്മാരും കൊല്ലപ്പെട്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇത് പ്രധാനമായും ഈ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ബാക്ക്സ്റ്റോൺ, നാഷണൽ ഫുട്ബോൾ ലീഗ്, KPGM തുടങ്ങിയ കമ്പനികളുടെ ഓഫീസിലാണ് ഇതുപോലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു 27 വയസ്സുള്ള അല്ലെങ്കിൽ ഇയാൾ ഒരു ലാസ് വെഗാസ് സ്വദേശിയായ ഒരു 27കാരനാണ് ഇതുപോലെ ആക്രമണം അയച്ചുവിട്ടതെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അതിനുശേഷം വെടിയുറപ്പിന് ശേഷം ഇയാൾ സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയായിരുന്നു. ഇതിൽ നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമല്ല. അതേസമയം തന്നെ ഈ സംഭവത്തിൽ പോലീസ് ഒരു അന്വേഷണം കൂടി നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ന്യൂയോർക്ക് ഡിഫറൻറ്റ് പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. അക്രമി തോക്കുമായി കെട്ടിടത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണെന്നും കൂടി നിലവിൽ ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വെടിവെപ്പിൽ 4 മരണമാണ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ഈ അക്രമി സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയ നിലയിൽ പിന്നീട് ഈ അന്വേഷണത്തിലൊടുവിൽ അല്ലെങ്കിൽ തിരച്ചിലൊടുവിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും 4 പേരുടെ മരണമാണ് നിലവിൽ ഇപ്പോൾ ഭരണകൂടം സ്ഥിരീകരിക്കുന്നതിലെത്തി. രാജേഷ്, അതുപോലെ തന്നെ ഈ 4 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? ഇനിയും ഈ ഒരു മരണനിരക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ദീപ്തി, ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനടക്കം 4 പേരുടെ മരണം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. അതേസമയം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനം അല്ലെങ്കിൽ ബഹുനില കെട്ടിടത്തിലാണ് ഇതുപോലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ പോലീസ് ഉടനെത്തി ഒരു തിരച്ചിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വലിയ രീതിയിലുള്ള നാശം ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമായ ബാക്ക്സ്റ്റോൺ, നാഷണൽ ഫുട്ബോൾ ലീഗ്, KPGM തുടങ്ങിയ കമ്പനികളുടെ ഓഫീസിലേക്കാണ് ഇതുപോലെ അക്രമി തോക്കുമായി എത്തി ആളുകൾക്ക് നേരെ വെടിയുർത്തത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 4 പേരുടെ മരണമാണ് ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 3 പൗരന്മാരാണെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്തായാലും നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടി നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രതി 27 വയസ്സുള്ള ലാസ് വെഗാസ് സ്വദേശിയാണെന്ന് കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം പ്രതിയുടെ പേര് വിവരങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും സംഭവത്തിൽ പോലീസ് ഒരു വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദീപ്തി, ശരി. ന്യൂയോർക്കിൽ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. ന്യൂയോർക്കിലെ പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിൽ ഇന്ന് രാവിലെയാണ് വെടിവെപ്പുണ്ടായത്. ആക്രമണത്തിൽ ഒരു പോലീസുകാരനും മരിച്ചു. അക്രമി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കുകയായിരുന്നു. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും ചർച്ചകൾ തുടരും. ലോക്സഭയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയും. രാഹുൽ ഗാന്ധി, അമിത് ഷാ എന്നിവരും